definition. The next we have posted third module, right? The series of real numbers. We will restart from there. Okay. The definition is of absolutely convergent series. എന്താണ് absolutely convergent series എന്ന് പറഞ്ഞാൽ let x equal to xn be a sequence in R. We say that the series sigma xn is absolutely convergent if the series sigma xn is convergent in R. Sigma mod xn, അതായത് സിഗ്മ മോഡ് xn കൺവേർജൻ്റ് ആണ് എങ്കിൽ നമ്മൾ സിഗ്മ xn അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയല്ലാത്ത കൺവേർജൻസും വരുമല്ലോ. Series is said to be conditionally convergent or non-absolutely convergent if the series is convergent but is not absolutely convergent. അതായത് ഈ സിഗ്മ മോഡ് എക്സൻ കൺവേർജൻ്റ് ആണെങ്കിൽ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് എന്ന് പറയും. ഇനി തിരിച്ച് സിഗ്മ എക്സൻ കൺവേർജൻ്റ് ആണ് പക്ഷേ സിഗ്മ മോഡ് എക്സൻ നോട്ട് കൺവേർജൻ്റ് ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ കണ്ടീഷണലി കൺവേർജൻറ്റ് സീരീസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ജസ്റ്റ് കൺസിഡർ ദിസ് ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് സിഗ്മ -1n+1/n. ഇത് കൺവേർജൻ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ഇസ് എ കൺവേർജൻറ്റ് സീരീസ്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്തു കഴിഞ്ഞാലോ മോഡ് -1n+1/n എന്ന് പറയുന്നത് ചുമ്മാ 1/n ആവും. സോ സിഗ്മ 1/n വി നോ ദാറ്റ് ഇറ്റ് ഇസ് ദ പി സീരീസ് വിത്ത് p equal to 1 ഡൈവേർജൻറ്റ്. അപ്പോൾ ദിസ് സീരീസ് ഇസ് കണ്ടീഷണലി കൺവേർജൻറ്റ്. ഇത് കൺവേർജൻ്റ് ആണ് പക്ഷേ അബ്സല്യൂട്ട്ലി നോട്ട് കൺവേർജൻ്റ് ആയതുകൊണ്ട് ദിസ് ഇസ് എ കണ്ടീഷണലി കൺവേർജൻറ്റ് സീരീസ്. ഓക്കെ, നൗ വി ഹാവ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിയറം. A series of positive terms is absolutely convergent if and only if it is convergent. അപ്പോൾ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് പോസിറ്റീവ് ടേംസ് ആണെങ്കിൽ അബ്സല്യൂട്ട് കൺവേർജൻസും അല്ലാത്ത കൺവേർജൻസും എല്ലാം തന്നെ ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത്. I have the first theorem in the session. If a series in R is absolutely convergent, then it is convergent. Absolute convergence ഉണ്ടെങ്കിൽ കൺവേർജൻസും ഉണ്ട് എന്നുള്ളതാണ്. Let us see how it is proved. Absolute convergence ഉണ്ടെങ്കിൽ കൺവേർജൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സപ്പോസ് ദ സീരീസ് സിഗ്മ എക്സൻ ഇസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് എന്ന് വെച്ചാൽ സിഗ്മ മോഡ് എക്സൻ കൺവേർജൻ്റ് ആണെന്ന് അതിൻ്റെ അർത്ഥം. ആൻഡ് വി നോ ഒരു സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സിഗ്മ മോഡ് എക്സൻ കൺവേർജൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജൻ്റ് ആയിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് വി ഹാവ് ദി കോഷി ക്രൈറ്റീരിയ ഫോർ കൺവേർജൻസ് ഫോർ എനി m(n) greater than or equal to m of epsilon. The sum of terms up to n+1 to m will be less than epsilon. The Cauchy convergence criteria for convergence of a series. Okay, now you use the same Cauchy criteria for series sigma xn. You write what sm minus sn is. Mod sm minus sn എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേ Cauchy criteria നമ്മൾ ഏതിലാണ് യൂസ് ചെയ്യുക? ദിസ് in the series sigma xn. Mod sm എന്ന് പറയുന്നത് സിഗ്മ n from 1 to m xn, മറ്റേത് 1 to n xn. Okay, so the difference mod sm minus sn is mod xn plus 1 xn plus 2 up to xm, which we can split it using triangle inequality like this. പക്ഷേ ഇത് absolute convergence ഉള്ളതുകൊണ്ട് this is less than epsilon. അപ്പോൾ mod sm minus sn is less than epsilon for all m greater than n greater than or equal to m of epsilon, which says by Cauchy convergence criteria sigma xn also convergent. ഓക്കെ, അപ്പോൾ എന്ത് പറഞ്ഞു? സിഗ്മ മോഡ് എക്സൻ കൺവേർജൻ്റ് ആണെങ്കിൽ സിഗ്മ എക്സൻ കൺവേർജൻ്റ് ആണ്. അബ്സല്യൂട്ട് കൺവേർജൻസ് ഉണ്ടെങ്കിൽ ഓർഡിനറി സീരീസും കൺവേർജ് ചെയ്യും. ഓക്കെ, പക്ഷേ തിരിച്ചാവണം എന്നില്ല. സി ദിസ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എ സീരീസ് ഇൻ ആർ ഇസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് ദെൻ ഇറ്റ് ഈസ് കൺവേർജൻറ്റ്. പക്ഷേ എന്താണ് നമുക്ക് ഇതുണ്ടാവണം എന്നില്ല. ദിസ് കണ്ടീഷണൽ കൺവേർജൻസ് ഉള്ളതുകൊണ്ട് നേരത്തെ അതിൻ്റെ ബാക്കിയാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, ആ തീരത്തിൻ്റെ ദാറ്റ് ഇസ് മോഡ് sm minus sn ലെസ് ദാൻ എപ്സിലോൺ സിൻസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 കോഷി ക്രൈറ്റീരിയൻ വെച്ചിട്ട് ദ സീരീസ് സിഗ്മ എക്സൻ ഇസ് കൺവേർജൻറ്റ്. ഓക്കെ, ഒരു യെസ് അബ്സല്യൂട്ട് കൺവേർജൻസ് ഉണ്ടെങ്കിൽ കൺവേർജൻസ് ഉണ്ടെന്നാണ്. അതിന് തൊട്ട് മുന്നത്തെ നമ്മൾ പ്രൂവ് ചെയ്തു കണ്ടീഷണൽ കൺവേർജൻസ് ഉണ്ടെങ്കിൽ അബ്സല്യൂട്ട് കൺവേർജൻസ് ഉണ്ടാവണമെന്നില്ല എന്നുള്ളത്. ഓക്കെ, ലെറ്റ് us just consider a theorem. The series sigma -1n+1/n². ഇത് കൺവേർജൻ്റ് ആണോ? ഈ സീരീസ് കൺവേർജൻ്റ് ആണോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ അബ്സല്യൂട്ട് കൺവേർജൻസ് ഉണ്ടോ എന്ന് നോക്കി. സിഗ്മ മോഡ് എക്സ് നോക്കുമ്പോൾ സിഗ്മ 1/n² ആണ് വരുന്നത്. അപ്പോൾ അത് കൺവേർജൻ്റ് ആണല്ലോ, നമുക്കറിയാം 2 സീരീസ് അല്ലേ. അപ്പോൾ ഇത് കൺവേർജൻ്റ് ആണ്. അപ്പോൾ അബ്സല്യൂട്ട് കൺവേർജൻസ് ഉള്ളതുകൊണ്ട്
ആക്ച്വൽ സീരീസും കൺവേർജ് ചെയ്യും. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് സീരീസ് ഓൾസോ കൺവേർജൻറ്റ്. അപ്പം ഈ റിസൾട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അബ്സല്യൂട്ട്ലി നമ്മൾ നോക്കുമ്പോൾ ആ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മറ്റേത് ബാക്കി ഭാഗം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. ഇനി വിൽ ജസ്റ്റ് ഗോ ത്രൂ another concept, that is grouping of a series. ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബ്രാക്കറ്റ് പല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ നമുക്കൊരു പിന്നെ ഓക്കെ x1 പ്ലസ് x2 പ്ലസ് x3 ഇങ്ങനെ ഒരു സീരീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. വേണമെങ്കിൽ രണ്ടെണ്ണം x1 പ്ലസ് x2 അടുത്ത x3 പ്ലസ് x4 അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. അല്ലെങ്കിൽ x1 പ്ലസ് x2 പ്ലസ് x3 x4 പ്ലസ് x അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ x1 അവിടെ വയ്ക്കുക, എന്നിട്ട് x2 പ്ലസ് x3 ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ദാറ്റ് ഇസ് ഗ്രൂപ്പിംഗ് ഓഫ് സീരീസ് എന്ന് പറയുന്നത്. സോ ഗിവൺ എ സീരീസ് സിഗ്മ xn വി ക്യാൻ കൺസ്ട്രക്ട് മെനി അതർ സീരീസ് സിഗ്മ yk ബൈ ലീവിംഗ് ദി ഓർഡർ ഓഫ് ദ ടേംസ് xn ഫിക്സ്ഡ്. ഓർഡർ അതുപോലെ വെച്ചേക്കണം, but inserting parentheses brackets that group together finite number of terms. For example, നമ്മുടെ ഈ സീരീസ് ആണിത്, ഓൾട്ടർനേറ്റിംഗ് പിന്നെ എന്താണ് ഹാർമോണിക് സീരീസ് 1 മൈനസ് 1/2 പ്ലസ് 1/3 മൈനസ് 1/4 പ്ലസ് 1/5 എന്ന് പറയുന്ന സീരീസിനെ ഇത് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. 1 അതുപോലെ മൈനസ് 1/2 പിന്നെ നെക്സ്റ്റ് 2 ടേംസ് നെക്സ്റ്റ് 3 തോന്നിയ പോലെ അങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1/3 മൈനസ് 1/4 എന്നുള്ള സിംഗിൾ ടേം എഴുതും, ഇത് സിംഗിൾ ടേം ആയി എഴുതും. സോ വി വിൽ ഗെറ്റ് എ ന്യൂ സീരീസ്. നോ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ obtained by grouping the terms in the alternating harmonic series. So we have a very important theorem related to grouping of a series. If a series sigma xn is convergent, then any series obtained from it by grouping the terms is also convergent and to the same value. ഒരു സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സീരീസും കൺവേർജൻ്റ് ആയിരിക്കും. ആൻഡ് ദ സം വിൽ ബി സെയിം സം ആയിരിക്കും, പ്രൊവൈഡ് ദ സീരീസ് മസ്റ്റ് ബി കൺവേർജൻ്റ്. ഓക്കെ, കൺവേർജൻ്റ് ആണെങ്കിൽ എങ്ങനെ ഗ്രൂപ്പ് ചെയ്താലും നമുക്ക് സെയിം സം തന്നെ കിട്ടും. സോ ലെറ്റ് us see the proof. Suppose we are given the series sigma xn തന്നിട്ടുണ്ട്. അതിൻ്റെ പാർഷ്യൽ സം നമ്മൾ ഏതാ SN എടുക്കുക. SN is the partial sum of sigma xn. ഓക്കെ, ഇനി അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് യു കൺസ്ട്രക്ട് ദ സീരീസ് സിഗ്മ yk. ഓക്കെ, അതിൻ്റെ പാർഷ്യൽ സംസ് നമ്മൾ എങ്ങനെ എഴുതാം? T1 T2 എന്നുള്ളത് പാർഷ്യൽ സംസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടേം y1 എന്ന് പറയുന്നത് എന്തായിരിക്കാം? ചിലപ്പോൾ x1 മാത്രമായിരിക്കാം, ചിലപ്പോൾ x1 പ്ലസ് x2 ആയിരിക്കാം, ചിലപ്പോൾ x1 പ്ലസ് x2 ഒരു 5 സം ചെയ്തതായിരിക്കാം. വി ഡോണ്ട് നോ. ഓക്കെ, സോ വി ജസ്റ്റ് ടേക്ക് y1 ആസ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xk1. ഏത് വരെ ഉണ്ടെന്നുള്ളത് അറിയില്ല, ചിലപ്പോൾ k1 എന്ന് പറയുന്നത് 1 തന്നെയാവാം. ഓക്കെ, ആൻഡ് y2 is xk1 അതിന് ശേഷമുള്ളത് തൊട്ട് xk1 പ്ലസ് 1 പ്ലസ് xk1 പ്ലസ് 2 പ്ലസ് എക്സെട്ര xk2 വരെയാണ് രണ്ടാമത്തെ ടേം. അങ്ങനെ പോകുന്നു. ഓക്കെ, അങ്ങനെയാകുമ്പോൾ വാട്ട് ഈസ് ദ ഫസ്റ്റ് പാർഷ്യൽ സം? T1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അല്ലേ? ടി പിന്നെ സിഗ്മ വൈയുടെ പാർഷ്യൽ സമ്മാണ്. സോ T1 ഇസ് ദ ഫസ്റ്റ് ടേം y1 എന്ന് പറയുന്നത് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xk1 വരെയുള്ളത്. സോ ദാറ്റ് ഇസ് SK1. k1th പാർഷ്യൽ സം ഓഫ് സിഗ്മ xn ആണ്. സോ SK1. അതുപോലെ T2 എന്ന് പറഞ്ഞാൽ y1 പ്ലസ് y2 ദാറ്റ് ഇസ് SK2. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. സോ വി ക്യാൻ conclude that the sequence Tk of partial sums of the series sigma yk is a subsequence of sigma Sn. അപ്പോൾ this is a subsequence of sigma Sn, and this ഈ sigma Sn എന്ന് പറയുന്നത് sequence of partial sums of sigma xn ആണ്. ഇത് കൺവേർജൻ്റ് ആയതുകൊണ്ട് this will converge. അപ്പോൾ ഇതിൻ്റെ സബ്സീക്വൻസ് ആയതുകൊണ്ട് ഇത് കൺവേർജ് ചെയ്യും to the same value. അപ്പോൾ ഇത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓഫ് സിഗ്മ വൈ ആയതുകൊണ്ട് ഇതെവിടേക്കാണോ കൺവേർജ് ചെയ്യുന്നത് അവിടത്തേക്ക് തന്നെ സിഗ്മ വൈയും കൺവേർജ് ചെയ്യും. ഓക്കെ, therefore the series sigma yk is also convergent and to the same point. എങ്ങനെയായിരുന്നു പറഞ്ഞത്? ഒന്നും കൂടെ പറയാം. സിഗ്മ xn ഉണ്ട്, അതിൻ്റെ SN ആണ് നമ്മുടെ അതിൻ്റെ പാർഷ്യൽ സമ്മ്. അതുപോലെ സിഗ്മ yk ഉണ്ട്, TK ആണ് അതിൻ്റെ പാർഷ്യൽ സമ്മ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വാല്യൂ y1 എന്ന് പറയുന്നത് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xk1 ആയിരിക്കും. ഇത് തന്നെയാണ് T1ഉം. അപ്പോൾ T1 എന്ന് പറയുന്നത് SK1 ആണ്. ലൈക്ക് ദാറ്റ് T2 is y1 plus y2 that is SK2 എന്ന് വെച്ചാൽ sequence Tk is a subsequence of sequence Sn. This will converge because this series converge. Being a subsequence, sequence Tk also will converge to the same limit as that of Sn, and therefore sigma yk converges. Okay അല്ലേ? രണ്ട് പ്രാവശ്യം കേട്ട് നോക്കാം കേട്ടോ. One more result we have, very important result in this.
ഇത് ഇപ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ കൺവേഴ്സ് ഓഫ് ദി അബവ് തിയറം ഡിഡ് നോട്ട് ബി ട്രൂ. ഓക്കെ, അതായത് ഗ്രൂപ്പിംഗ് ഒരു കൺവേർജൻ സീക്വൻസ് സീരീസിനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്താലും കൺവേർജ് ചെയ്യും. പക്ഷേ ഒരു സീരീസ് വന്നിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് കൺവേർജ് ചെയ്യുന്നു എന്നതുകൊണ്ട് ആക്ച്വൽ സീരീസ് കൺവേർജ് ചെയ്യണമെന്നില്ല. കൺവേർജൻ സീരീസ് ആണെങ്കിൽ ഗ്രൂപ്പ് ചെയ്താലും കൺവേർജ് ചെയ്യും. പക്ഷേ ഗ്രൂപ്പ് ചെയ്താൽ കൺവേർജ് ആവുന്നത് ആക്ച്വലി കൺവേർജ് ആവണം എന്നില്ല. സി ഫോർ എക്സാമ്പിൾ യു കൺസിഡർ സിഗ്മ -1 ഓൾട്ടർനേറ്റിംഗ് സീരീസ് അല്ലേ, 1 - 1 + 1 - 1. അത് നമുക്കറിയില്ല nth ടേം എങ്ങോട്ട് പോകും. nth ടേം എന്ന് പറഞ്ഞാൽ -1 വിൽ നോട്ട് ഗോ ടു 0, therefore it is not convergent. പക്ഷേ നമ്മളതിനെ ഗ്രൂപ്പ് ചെയ്താലോ ഈ രീതിയിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇങ്ങനെ പെയർ വൈസ് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1 - 1 becomes 0, 1 - 1 becomes 0. So this becomes a 0 constant sequence, constant series 0 0 0 0 etc. equal to 0. So it is a convergent series. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ കൺവേർജൻ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് എ കൺവേർജൻറ്റ് സീരീസ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് വൺ മോർ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ഇസ് ദെയർ, ദാറ്റ് ഇസ് റീഅറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഒരു സീരീസിൻ്റെ കൺവേർജൻസ് അബ്സല്യൂട്ട് കൺവേർജൻസ് എന്താണെന്ന് പറഞ്ഞു, ഗ്രൂപ്പിംഗ് എന്താണെന്ന് പറഞ്ഞു. നൗ വി വിൽ കൺസിഡർ റീഅറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഗിവൺ എ സീരീസ്, ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഒന്നും മാറ്റാണ്ട് ചുമ്മാ ബ്രാക്കറ്റ് മാത്രം ഇടുക. ബ്രാക്കറ്റ് ചിലപ്പോൾ എങ്ങനെ വേണേ 4 ടേം വെച്ചിട്ട് 5 വെച്ചിട്ട് എങ്ങനെയോ ആയിക്കോട്ടെ, ഗ്രൂപ്പ് ചെയ്തിട്ട്, അതായത് ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ സീരീസ് മാറ്റുന്നതാണ്. റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ചുമ്മാ നമുക്ക് ഓർഡർ വരെ മാറ്റാം. ഒന്നാമത്തെ ടേമിനെ എടുത്തിട്ട് 10ാമതായിട്ട് കൊണ്ടുവെക്കാം, ലൈക്ക് ദാറ്റ്. A series sigma yk in R is a rearrangement of a series sigma xn if there is a bijection f of n onto n such that yk equal to xfk for all k belong to n. അപ്പോൾ ഒരു sigma xk തന്നിട്ടുണ്ട്. We are given sigma xn. റീഅറേഞ്ച് ചെയ്തിട്ട് സിഗ്മ yk എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ x1 എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടുത്തെ y4 ആയിരിക്കാം. അതായത് y4 is equal to x1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, y4 is mapped on to this f of 4 will be equal to 1. f of 4 1. അപ്പോൾ x4 y4 എന്ന് പറയുന്നത് x of f of 4 1. So y4 equal to 1. അതായത് ഈ ഇൻഡീസസ് തമ്മിൽ there is a bijection, there must be a bijection. അതായത് ഒരു സീരീസ് തന്നിട്ടുണ്ട് x1 + x2 + etc. എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഇപ്പോൾ നമ്മൾ xn എന്ന് പറയുന്ന ടേം എടുത്തു. ആ xn എന്ന് പറയുന്നത് റീഅറേഞ്ച് ചെയ്ത സീരീസിൽ എവിടെയോ ഒക്കെ ആയിരിക്കും. അത് ചിലപ്പോൾ x100 എന്ന് പറയുന്നത് y2 ആയിട്ടായിരിക്കാം. സോ റീഅറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഓർഡർ അടക്കം മാറ്റിയിട്ട് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. സോ ദാറ്റ് ഇസ് റീഅറേഞ്ച്മെൻറ്റ്. ആൻഡ് ഗ്രൂപ്പിംഗ് എ സീരീസ് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കൺവേർജൻസ് കിട്ടുക എന്നുള്ളതാണ്. ഗ്രൂപ്പ് ചെയ്യുന്ന സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പ് ചെയ്താലും കൺവേർജൻ്റ് ആണ്. പക്ഷേ റീഅറേഞ്ച്മെൻറ്റ് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ എന്തുണ്ട്, ഇഫ് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്, റീഅറേഞ്ച്മെൻറ്റ്സ് ചെയ്ത സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ റീഅറേഞ്ച്മെൻറ്റും കൺവേർജൻ്റ് ആണ്. ഓർഡിനറി കൺവേർജൻസ് ആണെങ്കിൽ റീഅറേഞ്ച്മെൻറ്റിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ആൻ അബ്സല്യൂട്ട് കൺവേർജൻസ്, ഓൾ ദ റീഅറേഞ്ച്ഡ് സീരീസ് ഓൾസോ വിൽ കൺവേർജ് ടു ദ സെയിം വാല്യൂ. ഓക്കെ, സോ ലെറ്റ് us see the proof. ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. സപ്പോസ് ദാറ്റ് സിഗ്മ xn കൺവേർജസ് ടു x ബിലോങ് ടു R. ഇത് ഒരു കൺവേർജൻറ്റ് സീരീസ് ആണെന്ന് വിചാരിക്കുക, ടു x. And if epsilon positive, then there exists n such that for all n q greater than n Sn, പിന്നെ Sn എന്ന് പറയുന്നത് sequence will converge to x. So norm x minus Sn will be less than epsilon. Sn sequence of partial sums will converge to x. അതേപോലെ കോഷി കൺവേർജൻസും ഫോളോ ചെയ്യും. സോ n+1 തൊട്ട് q വരെയുള്ള മോഡ് എക്സ് കെ എടുത്തു കഴിഞ്ഞാൽ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അതായത് ലൈക്ക് ദിസ് SQ minus Sn will be less than epsilon. ഓക്കെ, സിഗ്മ xn കൺവേർജൻ്റ് ആയതുകൊണ്ട് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജൻ്റ് ആണ്. സോ അത് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയും കോഷി ക്രൈറ്റീരിയൻ ഉപയോഗിച്ചാൽ ഇങ്ങനെയും എഴുതാം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി let m belong to n be such that all the terms x1 etc. xn are contained as summons in tm y1 plus y2 plus etc. yn. ഓക്കെ, നമ്മൾ n ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മേലെ കിട്ടിയ n ആണല്ലോ ആ കൺവേർജൻസിൻ്റെ കേസിൽ. നൗ യു ചൂസ് അല്ലെങ്കിൽ ഫൈൻഡ് ദ ഇൻറ്റീജർ m സച്ച് ദാറ്റ് നമ്മളിപ്പം tm ഈക്വൽ ടു y1 y2 etc. ym എഴുതുമ്പോൾ റീഅറേഞ്ച്മെൻ്റ് അല്ലേ. അതായത് ഇപ്പോൾ നമ്മുടെ സീരീസ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു, x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര. ഞാൻ റീഅറേഞ്ച് എഴുതുമ്പോൾ ആദ്യം x2, പിന്നെ x3, പിന്നെ x1. ഓക്കെ, പിന്നെ അടുത്തത് 4 വിട്ടിട്ട് 5 6 പിന്നെ 4 അങ്ങനെയൊക്കെ എഴുതുന്നുണ്ട് വിചാരിച്ചു. അപ്പോൾ ഈ x1ഉം x2ഉം x3യും ആദ്യത്തെ 3 ടേമും ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ എത്ര ടേംസ് എടുക്കണം?
അതായത് ഫസ്റ്റ് ടേം ഉൾക്കൊള്ളണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 3 ടേം വരെ പോകണമല്ലോ. അപ്പോൾ x1 x2 x3 എന്ന് പറയുന്ന 3 ടേമിനെ അല്ലെങ്കിൽ വേണ്ട, ഇവിടെ x4 ഇട്ടിട്ട് നമുക്ക് x1 എന്ന് എഴുതാം. ഓക്കെ, x2 x3 x4 പിന്നെ x1. അപ്പോൾ ഈ ആദ്യത്തെ 3 ടേമിനെയും ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്ത സീരീസിൽ എത്ര ടേംസ് കൺസിഡർ ചെയ്തേ പറ്റൂ? 4 കൺസിഡർ ചെയ്തേ പറ്റൂ. x2 x3 + x4 + x1 4 കൺസിഡർ ചെയ്താലേ നമുക്ക് ഈ 3 ടേം കിട്ടുന്നുള്ളൂ. അതുപോലെ m belong to n be such that all the terms x1 x2 etc xn are contained as sums in tm. tm പറഞ്ഞാൽ y1 + y2 + etc + yn. t എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓഫ് ദ സീരീസ് സിഗ്മ y. അതിൽ ym വരെ എടുക്കുമ്പോൾ അതിനകത്ത് n വരെയുള്ള x1 x2 xn വരെയുള്ള എല്ലാ ടേംസും വരുന്ന രീതിയിലുള്ള ഒരു നമ്പറാണ് m. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് tm - sn ഫോർ m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m? അതിനകത്ത് tm - sm എന്ന് പറയുമ്പം ക്യാപിറ്റൽ N വരെയുള്ള എല്ലാ എക്സുകളും പോയില്ലേ, എല്ലാ എക്സുകളും ക്യാൻസലായി. അപ്പോൾ ആ ക്യാപിറ്റൽ എന്നിന് ശേഷമുള്ള കുറച്ച് എക്സ് ബാക്കി ഉണ്ടെങ്കിലേ ഉള്ളൂ, n+1 തൊട്ട് അങ്ങോട്ടേക്കുള്ള. സോ ദിസ് tm - sn വിൽ ബി ദ സം ഓഫ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് xk വിത്ത് ഇൻഡെക്സ് k ഗ്രേറ്റർ ദാൻ n. n വരെ xn വരെയുള്ളത് ക്യാൻസലായി പോകുമല്ലോ, അതിനുശേഷമുള്ള n+1 n+2 ഒക്കെ ഉണ്ടാവാം. അതാണ് പറയുന്നത്. സോ ഫോർ സം q ഗ്രേറ്റർ ദാൻ n mod tm - sn എന്ത് കിട്ടും? ദിസ് mod tm - sn വിൽ ബി ഈക്വൽ ടു n+1 to q ലെസ് ദാൻ ഓർ ഈക്വൽ ടു, കുറച്ച് കൂടുതൽ ഉണ്ടാവാം, ഇല്ലാതിരിക്കാൻ വരുന്നു, mod xk. ആൻഡ് ഇത് പിന്നെ എന്താണ്, കോഷി ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് ഇത് കൺവേർജൻ്റ് ആണ്. സോ ലെസ് ദാൻ എപ്സിലോൺ കിട്ടും. ഇനി പിന്നെ mod tm - x എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻസേർട്ട് sn, mod tm - sn + sn - x. ഇതും ലെസ് ദാൻ എപ്സിലോൺ പ്രൂവ് ചെയ്തു, ഇതും അങ്ങനെയാണ്. സോ ദാറ്റ് you are getting mod tm - x is less than epsilon. Therefore, using a concept of limit of a sequence, the sequence tm converges to x. Therefore, that is sequence of partial sums of the rearranged series converges to x. Therefore, the series also will converge to x. Okay, അപ്പോൾ ഒരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ റീഅറേഞ്ച്ഡ് സീരീസും കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്തത്? സിഗ്മ xn തന്നിട്ടുണ്ട്, അതിൻ്റെ ലിമിറ്റ് x ആണെങ്കിൽ എങ്ങനെയാണ് എഴുതുക? അത് എഴുതണം. പിന്നെ കോഷി ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടുള്ളതും എഴുതണം. സീക്വൻസ് sn - x ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളത് എഴുതണം. കോഷി ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടുള്ളത് എഴുതണം. പിന്നെ റീഅറേഞ്ച്ഡ് സീരീസ് സിഗ്മ y കൺസിഡർ ചെയ്യുക വിത്ത് പാർഷ്യൽ സംസ് t. അപ്പോൾ എം ബി നമ്പർ സച്ച് ദാറ്റ് n വരെയുള്ള ടേംസ് x1 x2 etc xn വരെയുള്ള ടേംസ് ഇതിനകത്ത് വരുന്ന രീതിയിൽ നമ്മൾ m എടുക്കുക. ഇനി ഇതിനെക്കാട്ടും വലിയ ഏത് m എടുത്താലും m ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ M എടുത്താലും വാട്ട് ഈസ് മോഡ് tm - sn. അപ്പോൾ xn വരെയുള്ള ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യും, ബാക്കി കിട്ടുന്നത് ദിസ് ഈസ് ഈക്വൽ ടു കോഷി ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടുള്ളതാണ്. സമ്മേഷൻ xn ഒരു n+1 to q ദാറ്റ് വിൽ ബിക്കം ലെസ് ദാൻ എപ്സിലോൺ. പിന്നെ ചെയ്യണം മോഡ് tm ലൈക്ക് ദിസ്, mod tm - x. Insert sn so that you are getting 2 less than epsilon, so less than 2 epsilon. So this is what rearrangement. So when you are given a series, you can discuss about the convergence, absolute convergence and conditional convergence, and you can group the series to get different series. If the given series is convergent, all the grouped series will also be convergent and converge to the same value. Then you can talk about rearrangement of a series in which the order is not important, order also may be changed. So if you are given a series which is absolutely convergent, then any rearranged series will also converge to the same value. Okay, ഇത്രയുമാണ് ഈ ഒരു സെഷനിൽ ഉള്ളത്.